ഓക്കെ. അപ്പൊ നമ്മള് INC അത് കഴിഞ്ഞ് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ സ്വദേശി പ്രസ്ഥാനം, ബംഗാൾ വിഭജനം അവിടം വരെ എത്തി. ഇനി നമുക്ക് ഇതിന്റെ ഇടയിൽ കുറച്ച് സാമൂഹിക പ്രസ്ഥാനങ്ങള്, പരിഷ്കരണ പ്രസ്ഥാനങ്ങള്, അതേപോലെ തന്നെ സ്വാതന്ത്ര്യ സമരകാലത്തെ കുറച്ച് കലാസാഹിത്യം അത് പഠിക്കാനുണ്ട്. ഇത് 10th ലെവലിലെ SCRT ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾ കാണാണ്ട് പഠിക്കാൻ അല്ലാണ്ട് വേറെ നിവർത്തിയില്ല. ഇത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ മഹാത്മാഗാന്ധിയുടെ ഗാന്ധിയൻ കാലഘട്ടത്തിലേക്ക് പോകും. അപ്പൊ പിന്നെയും കഥ പോലെ കേൾക്കാം നമുക്ക്. ഓക്കെ. അപ്പൊ കുറച്ച് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ പറയണത് ബ്രഹ്മസമാജത്തെ പറ്റിയാണ്. ബ്രഹ്മസമാജം. ഈ ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, രാജാറാം മോഹൻ റോയിയെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇനി നമ്മൾ പഠിക്കും രാജാറാം മോഹൻ റോയിയെ പറ്റി. അപ്പോ രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജ സ്ഥാപകൻ. ഇനി ബ്രഹ്മസമാജം സ്ഥാപിതമായ തീയതി ഒന്നും പഠിച്ചില്ലേലും ഈ വർഷമെങ്കിലും പഠിക്കുക. 1828 ബ്രഹ്മസമാജം സ്ഥാപിതമായത്. ബ്രഹ്മസമാജം സ്ഥാപിതമായത് 1828 രാജാറാം മോഹൻ റോയ് ആണ് സ്ഥാപിച്ചത്. ഇതിന് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന പേരാണ് ബ്രഹ്മസഭ. ഇനി ഈ ബ്രഹ്മസഭയാണ് പിൽക്കാലത്ത് ബ്രഹ്മസമാജം എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. അത് 1830 അതായത് 28 ബ്രഹ്മസമാജം സ്റ്റാർട്ട് ചെയ്തിട്ട് 2 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ബ്രഹ്മസമാജം എന്നുള്ള പേരിൽ അത് അറിയപ്പെടാൻ തുടങ്ങിയത്. അപ്പൊ 28 ഈ ബ്രഹ്മ സമാജം സ്ഥാപിതമായപ്പോ അതിന്റെ പേര് ബ്രഹ്മസഭ എന്നായിരുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ് ആണ്. 1828 അത് സ്ഥാപിതമായി. ആദ്യകാല നാമം ബ്രഹ്മസഭ എന്നായിരുന്നു. പിന്നീട് ഈ ബ്രഹ്മസഭയാണ് 1830 ബ്രഹ്മസമാജം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ഇനി ഈ പറഞ്ഞ ഈ ബ്രഹ്മസമാജത്തിന്റെ പ്രചരണാർത്ഥം ഓരോ സംഭവങ്ങൾ തുടങ്ങുമ്പോൾ അതിനെപ്പറ്റി അറിയിക്കാൻ വേണ്ടി ഓരോ പ്രസിദ്ധീകരണങ്ങളൊക്കെ തുടങ്ങൂലോ. അതേപോലെ തുടങ്ങിയതാണ് സംവാദ് കൗമുദി എന്നൊരു പ്രസിദ്ധീകരണം. അപ്പൊ ഈ ബ്രഹ്മസമാജത്തിന്റെ പ്രചരണാർത്ഥം ആരംഭിച്ച പ്രസിദ്ധീകരണം ചോദിച്ചാൽ അത് സംവാദ് കൗമുദിയാണ്. അതൊരു ബംഗാളി പത്രമാണ്. ഇത് സ്ഥാപിച്ചത് അല്ലെങ്കിൽ ഇതിന്റെ ആദ്യത്തെ പത്രാധിപരാണ് ഈ പറഞ്ഞ രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയെ പറ്റി നമ്മൾ ഇനിയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. വലിയൊരു സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ് എന്നൊക്കെ പറയണത്. അപ്പോ ഈ നമ്മുടെ ഈ സംവാദ് കൗമുദിയുടെ ആദ്യത്തെ പത്രാധിപരായിരുന്നു രാജാറാം മോഹൻ റോയ്. ഈ പറഞ്ഞ ഈ ബ്രഹ്മസമാജത്തിന്റെ പ്രചരണാർത്ഥം ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് സംവാദ് കൗമുദി. ഇനി ഈ രാജാറാം മോഹൻ റോയ് മരിച്ചതിന് ശേഷം ഈ പറഞ്ഞ ബ്രഹ്മസമാജം രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി എന്നാണ് പറയാ. അപ്പൊ ഈ ബ്രഹ്മസമാജം അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി. അത് 1866 ആദ്യ ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജവുമായിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി. ഇനി ഈ ബ്രഹ്മസമാജത്തിന് രാജാറാം മോഹൻ റോയുടെ മരണശേഷം നേതൃത്വം വഹിച്ചത് 2 വ്യക്തികളാണ്. ദേബേന്ദ്രനാഥ ടാഗോറും അതേപോലെ തന്നെ കേശവ ചന്ദ്ര സെന്നും. അപ്പോ ഇവരാണ് രാജാറാം മോഹൻ റോയ്ക്കിടെ മരണശേഷം ഈ പറഞ്ഞ ബ്രഹ്മസമാജത്തിന്റെ നേതൃത്വം വഹിച്ചത്. ഈ പറഞ്ഞ ദേബേന്ദ്രനാഥ ടാഗോറും കേശവ ചന്ദ്ര സെൻ. അപ്പോ കുറച്ച് 1866 ആയപ്പോഴത്തേക്കും ഈ പറഞ്ഞ ബ്രഹ്മസമാജം രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി. അതാണ് ആദ്യ ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജവും. ഇനി ഈ പറഞ്ഞ ബ്രഹ്മസമാജത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ പ്രതിപാദിച്ചുകൊണ്ട് ദേബേന്ദ്രനാഥ ടാഗോർ, നമ്മൾ നേരത്തെ പറഞ്ഞു ദേബേന്ദ്രനാഥ ടാഗോറും കേശവ ചന്ദ്ര സെന്നുമാണ് ഈ പറഞ്ഞ രാജാറാം മോഹൻ റോയുടെ മരണശേഷം ഈ ബ്രഹ്മസമാജത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തത്. അദ്ദേഹം രചിച്ച കൃതിയാണ് ബ്രഹ്മധർമ്മ. ഈ പറഞ്ഞ ബ്രഹ്മധർമ്മയാണ് ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത്. ഈ പറഞ്ഞ ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ വ്യക്തിയാണ് അയ്യത്താൻ ഗോപാലൻ.
അയ്യത്താൻ ഗോപാലൻ. ഓക്കെ, കുറെ പോയിന്റ്സുകൾ നമ്മൾ പറഞ്ഞു. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയിയുടെയാണ്. അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ആരംഭിച്ച ഒരു ബംഗാളി പത്രമാണ് സമ്പാദ് കൗമുദി. ഈ പറഞ്ഞ ബ്രഹ്മസമാജം രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയതാണ് ആദി ബ്രഹ്മസമാജം എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇനി പിന്നെ നമ്മൾ പറഞ്ഞു ഇത് 1828 ബ്രഹ്മസമാജം സ്ഥാപിതമായത്. അത് ആദ്യ കാലത്ത് അറിയപ്പെട്ടിരുന്ന പേര് ബ്രഹ്മസഭ എന്നാണ്. 30 ആയപ്പോഴാണ് ഇത് ബ്രഹ്മസമാജം അറിയപ്പെടാൻ തുടങ്ങിയത്. ഇനി ഈ ബ്രഹ്മസമാജത്തിന്റെ അടിസ്ഥാന തത്വങ്ങളാണ് അത് പ്രതിപാദിച്ചുകൊണ്ട് ദേവേന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച കൃതിയാണ് ബ്രഹ്മധർമ്മ. അത് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്തത് അയ്യത്താൻ ഗോപാലനാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആണോ? ബ്രഹ്മസമാജം ക്ലിയർ ആയോ? ഈ പറയണ പോയിന്റ്സ് എങ്കിലും നിങ്ങൾ പഠിക്കാട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അത്ര ഇമ്പോർട്ടന്റ് ആയത് മാത്രമേ ഞാൻ തരുന്നുള്ളൂ. ക്ലിയർ അല്ലേ? ഇത്രയും പോയിന്റ്സ് കിട്ടിയാ? ആരും ഒന്നും പറയണില്ലല്ലോ. ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ തരാം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് രാജാറാം മോഹൻ റോയിയെ പറ്റിയാണ് പറയാൻ പോണത് കേട്ടോ. രാജാറാം മോഹൻ റോയ്. ഈ പറഞ്ഞ രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന, നമ്മുടെ കേരളത്തിൽ കുറെ നവോത്ഥാന നേതാക്കളൊക്കെ കേരള ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോൾ, റിനൈൻസൻസ് പഠിക്കുമ്പോൾ പഠിക്കും. അപ്പോ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ് ഈ പറഞ്ഞ രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എപ്പോഴും ചോദിക്കണതാട്ടോ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ സാമൂഹിക മതനവീകരണ പ്രസ്ഥാനത്തിന്റെ നായകനാണ് അദ്ദേഹം. അതേപോലെ തന്നെ ഇന്ത്യൻ ദേശീയ പ്രവർത്തനത്തിന്റെ സ്ഥാപകൻ. ഇനി കുറെ പത്രപ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട കുറെ വേറെ പേരുകളൊക്കെ പഠിക്കും, അപ്പൊ ഒരുമിച്ച് പറയാം. ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകനും കൂടിയാണ് രാജാറാം മോഹൻ റോയ്. അതേപോലെ ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ സന്താനം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നേതാവാണ് അദ്ദേഹം. ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ സന്താനം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നേതാവ്. ഇനി ഇത് എപ്പോഴും ചോദിക്കേണ്ടതാണ്. ഈ പറഞ്ഞ ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് വിശ്വസിച്ചിരുന്ന നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ്. അപ്പൊ ഈ ജാതി സമ്പ്രദായം എന്ന് പറഞ്ഞ സാധനം, ആ ഒരു ജാതി സമ്പ്രദായം കൊണ്ടാണ് ഇന്ത്യക്കാർക്കിടയിൽ അനൈക്യം ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. പിന്നെ കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരനാണ് രാജാറാം മോഹൻ റോയ്. കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരനാണ് രാജാറാം മോഹൻ റോയ്. അപ്പൊ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ്, ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകനാണ്, അതേപോലെ തന്നെ ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ സന്താനാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ഇത് കേട്ടോ, ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് വിശ്വസിച്ചിരുന്ന ആളാണ് അദ്ദേഹം കേട്ടോ. ഇനി ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ. ഇനി ഈ പറഞ്ഞ സതി നിങ്ങൾക്ക് അറിയാം, ഭർത്താവ് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെതയിലേക്ക് ചാടുന്ന ഒരു സമ്പ്രദായമാണ് സതി. അപ്പൊ ഈ സതി സമ്പ്രദായത്തിനെതിരെ നിയമം പാസാക്കാൻ വില്യം ബെന്റിക് പ്രഭുവിനെ പ്രേരിപ്പിച്ച, വില്യം ബെന്റിക് പ്രഭു ആണ് ഈ പറഞ്ഞ സതിയൊക്കെ നിരോധിച്ചത്. അപ്പൊ അദ്ദേഹത്തെ, വില്യം ബെന്റിക് പ്രഭുവിനെ പ്രേരിപ്പിച്ചത് ഈ പറഞ്ഞ രാജാറാം മോഹൻ റോയ് ആണ്. പിന്നെ ഇതും എപ്പോഴും ചോദിക്കേണ്ടതാണ്. സ്ത്രീകളുടെ പദവി ഉയർത്താനായി അവർക്ക് സ്വത്തിന് മേൽ അവകാശം നൽകണമെന്ന് വാദിച്ച, എത്രയോ വർഷങ്ങൾക്ക് മുന്നാണ്. അപ്പൊ സ്ത്രീകളുടെ പദവി ഉയർത്താനായിട്ട് അവർക്ക് എന്ത് ചെയ്യണം? സ്വത്തിന് മേൽ അവകാശം നൽകണമെന്ന് വാദിച്ച വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. ഇനി വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളി പ്രസിദ്ധീകരിച്ച സാമൂഹിക പരിഷ്കർത്താവും കൂടിയാണ്. വേദങ്ങളും അതേപോലെ തന്നെ 5 ഉപനിഷത്തുകളൊക്കെ പരിഭാഷ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. ഇനി അദ്ദേഹം പേർഷ്യൻ ഭാഷയിൽ, ഇതെപ്പോഴും ചോദിക്കണം, അതാണ് ഏതു ഭാഷയിലുള്ള പത്രമാണ് മിറാത്തുൽ അക്ബർ എന്നുള്ളത്? പേർഷ്യൻ ഭാഷയിലെ പത്രമാണ്. അതേപോലെ സമ്പാദു കൗമുദി നമ്മൾ വേറൊരു പത്രം പറഞ്ഞിട്ടുണ്ടായി, അതും രാജാറാം മോഹൻ റോയിയുടെയാണ്. അപ്പൊ എന്തായാലും ഓപ്ഷനിൽ ഈ പറഞ്ഞ
സമ്പാദ് കൗമുദിയും തരും, അതേപോലെ തന്നെ മിറാത്തുൽ അക്ബറും കാണും. ഇനി ഇതില് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാന്ന് ചോദിക്കുകയും ചെയ്യും. രണ്ടും ഓപ്ഷനിൽ ഉണ്ടാവുകയും ചെയ്തു. രണ്ടും രാജാറാം മോഹൻ റോയുടെ പത്രങ്ങളാണ്. അപ്പോ രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രം മിറാത്തുൽ അക്ബർ. മിറാത്തുൽ അക്ബർ. സമ്പാദ് കൗമുദി ബംഗാളി ഭാഷയിലാണ് കേട്ടോ. ഇനി വേറെ കുറച്ച് പ്രധാനപ്പെട്ട രാജാറാം മോഹൻ റോയുടെ കൃതികളാണ്. തുഫത്തുൽ മുവാഹിദീൻ. ഇത് മര്യാദയ്ക്ക് എന്നെ പഠിക്കാം. തുഫത്തുൽ മുജാഹിദീൻ എന്ന് പറഞ്ഞ വേറൊരു കൃതിയുണ്ട്. അത് കേരള ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടവരാണ്. തുഫത്തുൽ മുജാഹിദീൻ എന്ന് പറഞ്ഞത്. അപ്പൊ തെറ്റാണ്ട് പഠിക്കുക. ഇത് വായാണ് കേട്ടോ. അത് മുജാഹിദീൻ ആണ് ഇനി നമ്മൾ കേരള ഹിസ്റ്ററിയിൽ പറയണത്. അപ്പൊ തുഫത്തുൽ മുവാഹിദീൻ എന്ന കൃതി എഴുതിയത് അദ്ദേഹമാണ്. രാജാറാം മോഹൻ റോയ് ആണ്. ഗിഫ്റ്റ് ടു മൊണോത്തിസ്റ്റ്. ഏകദൈവ വിശ്വാസികൾക്ക്, ഇത് ഇംഗ്ലീഷിലും ചോദിക്കാറുണ്ട്, മലയാളത്തിലും ചോദിക്കാറുണ്ട്. ഏകദൈവ വിശ്വാസികൾക്ക് ഒരു സമ്മാനം. മൊണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെന്നുള്ള അർത്ഥം. ഗിഫ്റ്റ് ടു മൊണോത്തിസ്റ്റ് എന്ന് പറയണത് ഏകദൈവ വിശ്വാസികൾക്ക് ഒരു സമ്മാനം. അദ്ദേഹത്തിന്റെ കൃതിയാണ്. ജീസസിന്റെ കൽപ്പനകൾ അദ്ദേഹത്തിന്റെ കൃതിയാണ്. വേദാന്ത ഗ്രന്ഥം 1815 അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? അദ്ദേഹം പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാ? രാജാറാം മോഹൻ റോയ് പറയേ. മിറാത്തുൽ അക്ബർ. മിറാത്തുൽ അക്ബർ ആണ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ചത്. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തുനിന്ന് ചോദിക്കാം. ഇത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ ലോജിക് ആയിട്ട് ആലോചിച്ച് പറഞ്ഞാൽ മതി കേട്ടോ. ഇതിന്റെ നിങ്ങൾക്ക് കേൾക്കുമ്പോ അറിയാം ഇതിന്റെ ആൻസർ. ഇതൊരു OAക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായി ഇന്ത്യയിൽ നിയമം മൂലം ബ്രിട്ടീഷുകാർ നിരോധിച്ച അനാചാരങ്ങൾ എന്തെല്ലാം? ഇന്ത്യയിൽ കുറെ അനാചാരങ്ങളൊക്കെ നടന്നിരുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോ ഈ പറഞ്ഞ അനാചാരങ്ങൾ ഏതൊക്കെയാണ്? ഈ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായി ഇന്ത്യയിൽ നിയമം മൂലം നിരോധിച്ച അനാചാരം ഏതാണെന്നാണ് ഈ ചോദിക്കണേ. ഓപ്ഷൻ 1 വിധവ പുനർവിവാഹം നിരോധിച്ചു. ഓപ്ഷൻ 2 അടിമത്തം നിരോധിച്ചു. ഓപ്ഷൻ 3 സതി നിരോധിച്ചു. ഓപ്ഷൻ 4 ശൈശവ വിവാഹം നിരോധിച്ചു. ഇതിൽ ഏതായിരിക്കും ശരി? ആദ്യത്തെ വിധവ പുനർവിവാഹം നിരോധിച്ചു. ശരിയാണോ തെറ്റാണോ? ഓരോന്നായിട്ട് പറയാം. വിധവ പുനർവിവാഹം നിരോധിച്ചു. വിധവ പുനർവിവാഹം നിരോധിച്ചു. ബാക്കിയുള്ളവരും കൂടി റിപ്ലൈ തന്നെ. വിധവ പുനർവിവാഹം നിരോധിച്ചു. അടുത്തത് അടിമത്തം നിരോധിച്ചു. അടിമത്തം നിരോധിച്ചു. സതി നിരോധിച്ചു. അടുത്ത ഓപ്ഷൻ ശൈശവ വിവാഹം നിരോധിച്ചു. ശൈശവ വിവാഹം നിരോധിച്ചു. ശരിയാണോ? ലാസ്റ്റ് ഓപ്ഷൻ ശരിയാണോ? അതെ, ബ്രിട്ടീഷുകാര് കുറെ അനാചാരങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ വില്യം ബെന്റിക് പ്രഭു സതി നിരോധിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് അത് അങ്ങനെ തോന്നണത്. ബ്രിട്ടീഷുകാര് അടിമത്തം നിരോധിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സതി നിരോധിച്ചിട്ടുണ്ട്. ശൈശവ വിവാഹം നിരോധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്രിട്ടീഷുകാര് നിയമം മൂലം നിരോധിച്ച വേറെ കുറച്ച് സാധനങ്ങളാണ് പെൺ ശിശു ഹത്യ. പെൺകുട്ടിയാണെങ്കിൽ കൊല്ലുക എന്നുള്ള പരിപാടി ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആ പെൺ ശിശു ഹത്യ നിരോധിച്ചു. പിന്നെ ഈ പറഞ്ഞ പോലെ സതി നിരോധിച്ചു. വിധവ പുനർവിവാഹം നടപ്പിലാക്കുകയാണ് ചെയ്തത് ബ്രിട്ടീഷുകാര്. വിധവകള് രണ്ടാമത് വിവാഹം കഴിക്കണത് കുഴപ്പമില്ല, നല്ല കാര്യം എന്നാണ് ബ്രിട്ടീഷുകാര് പറഞ്ഞത്. അപ്പൊ വിധവ പുനർവിവാഹം നടപ്പിലാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഓപ്ഷൻ 1 തെറ്റിയത്. വിധവ പുനർവിവാഹം നിരോധിക്കുകയല്ല ചെയ്തത്, വിധവ പുനർവിവാഹം നടപ്പിലാക്കുകയാണ് ചെയ്തത്. അടിമത്തം നിരോധിച്ചിട്ടുണ്ട്. ശൈശവ വിവാഹം നിരോധിച്ചിട്ടുണ്ട്. അതേപോലെ ബഹുഭാര്യത്വം, അത് നിങ്ങൾക്കറിയാലോ, ഒന്നിൽ കൂടുതൽ ഭാര്യമാര്, അത് നിരോധിച്ചിട്ടുണ്ട്. 12 വയസ്സിന് താഴെ പ്രായമുള്ള പെൺകുട്ടികളുടെ വിവാഹത്തിനൊക്കെ വിലക്ക് ഏർപ്പെടുത്തി എന്നൊക്കെയുള്ളത് ശരി തന്നെയാണ് കേട്ടോ. ബാക്കി സ്റ്റേറ്റ്മെന്റ് ഒക്കെ ശരിയാണ്. ആകെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് തെറ്റ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം.
ഇന്ത്യൻ ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആര്? ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ. ഓപ്ഷൻ വേണോ? ആർക്കും കിട്ടിയില്ല ആൻസർ? ആരും ഒന്നും പറയണല്ലോ. രാജാറാം മോഹൻ റോയ് ആണ്. അതേപോലെ തന്നെ അദ്ദേഹമാണ് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ. ഈ പറഞ്ഞ രാജാറാം മോഹൻ റോയ് ജനിച്ചത് ബംഗാളിലാണ്, രാധാനഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അഡീഷണൽ പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ എഴുതി വെച്ചോ. 1772 അദ്ദേഹം ജനിച്ചിട്ടുണ്ട്. ബംഗാളിലെ രാധാനഗറിലാണ് അദ്ദേഹം ജനിച്ചത് കേട്ടോ. ഓക്കെ, അടുത്തേക്ക് പോവാം. ആര്യ സമാജം. ലാസ്റ്റ് ഇതൊക്കെ അവിയൽ പരുവ. അപ്പൊ ഞാൻ ഒന്നും കൂടി ചോദ്യം ചോദിക്കാം. ഓക്കെ, ഇപ്പൊ വലിയ കുഴപ്പമില്ല. ആകെ ബ്രഹ്മസമാജവും രാജാറാം മോഹൻ റോയ് അല്ലേ പഠിച്ചിട്ടുള്ളൂ. അവസാനം അവിയൽ പരുവത്തിലാക്കും. ഓക്കെ, അടുത്തതാണ് ആര്യ സമാജം. ആര്യ സമാജത്തിന്റെ സ്ഥാപകനാണ് ദയാനന്ദ സരസ്വതി. ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ ദയാനന്ദ സരസ്വതി. ആര്യ സമാജത്തിന്റെ സ്ഥാപകനാണ് ദയാനന്ദ സരസ്വതി. ഇടയ്ക്ക് ഞാൻ ചോദിക്കാം ഓരോന്ന് സ്ഥാപിച്ചത് ആരാന്ന് ചോദിക്കാം കേട്ടോ. അപ്പൊ ആര്യ സമാജത്തിന്റെ സ്ഥാപകനാണ് ദയാനന്ദ സരസ്വതി. 1875 ബോംബെയിലാണ് സ്ഥാപിച്ചത്. പിന്നീട് ആ സ്ഥലം ലാഹോറിലായിരുന്നു. അപ്പൊ 1875 ബോംബെയിലാണ് ആര്യ സമാജം സ്ഥാപിച്ചത്. ഇതൊക്കെ മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി ഈ ആര്യ സമാജത്തിന്റെ മെയിൻ ഒരു അജണ്ട എന്ന് പറയുന്നത് വിഗ്രഹാരാധന, അതേപോലെ തന്നെ ശൈശവ വിവാഹം, കുഞ്ഞിലെ കല്യാണം കഴിപ്പിക്കുക. അപ്പൊ വിഗ്രഹാരാധന, അതേപോലെ ചൈൽഡ്ഹുഡ് മാരേജ്, ശൈശവ വിവാഹം എന്നിവയെ എതിർത്ത സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ് ആര്യ സമാജം. 10 സിദ്ധാന്തങ്ങൾ എപ്പോഴും ചോദിക്കേണ്ടതാണ് കേട്ടോ. 10 സിദ്ധാന്തങ്ങൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ആര്യ സമാജമാണ്. അപ്പൊ ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ ദയാനന്ദ സരസ്വതിയാണ്. ആദ്യം 1875 ബോംബെയിലാണ് ആര്യ സമാജം സ്ഥാപിച്ചത്. പിന്നീട് അത് ലാഹോറിലേക്ക് മാറി. ഇതിന്റെ മെയിൻ അജണ്ട വിഗ്രഹാരാധന, അതേപോലെ തന്നെ ശൈശവ വിവാഹം എന്നിവ എതിർത്തു. 10 സിദ്ധാന്തങ്ങള് ഈ പറഞ്ഞ ആര്യ സമാജവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ ദയാനന്ദ സരസ്വതിയാണെന്ന്. അപ്പൊ നമുക്ക് കുറച്ച് ദയാനന്ദ സരസ്വതിനെ പറ്റി പഠിക്കാം. ഈ ജന്മദേശം തങ്കാര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഗുജറാത്തിലെ തങ്കാരയിലാണ് ദയാനന്ദ സരസ്വതി ജനിച്ചത്. 1824. ഇദ്ദേഹത്തിന്റെ ആദ്യകാല പേരാണ് കേട്ടോ ഈ പറഞ്ഞ മൂൽ ശങ്കർ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ആദ്യത്തെ പേരാണ്, അല്ലെങ്കിൽ ഈ റിയൽ നെയിം എന്നൊക്കെ പറയണതാണ് മൂൽ ശങ്കർ. അപ്പൊ ഈ മൂൽ ശങ്കർ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന് ദയാനന്ദ സരസ്വതി എന്ന പേര് നൽകിയ അദ്ദേഹത്തിന്റെ ഗുരു ആയിരുന്നു സ്വാമി വിർജാനന്ദ എന്ന് പറഞ്ഞ ആള്. അപ്പൊ ഈ ദയാനന്ദ സരസ്വതിയുടെ ശരിക്കുള്ള പേര് ചോദിച്ചാൽ അതെന്താ? മൂൽ ശങ്കർ കേട്ടോ. ഇന്ത്യയുടെ പിതാമഹൻ. നേരത്തെ നമ്മള് രാജാറാം മോഹൻ റോയിയെ പറ്റി പറഞ്ഞു. അത് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ് രാജാറാം മോഹൻ റോയ്. അതേപോലെ തന്നെ ഇന്ത്യൻ ദേശീയതയുടെ പിതാവാണ്, ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകനാണ് രാജാറാം മോഹൻ റോയ് എന്ന് പറയണത്. ഇനി ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ചോദിച്ചാൽ അത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. പഠിക്കാട്ടാ. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഇന്ത്യയുടെ പിതാമഹം. ജനിച്ചത് 1824. ഇനി ഹിന്ദു മതത്തിന്റെ കാൽവിൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഹിന്ദു മതത്തിന്റെ കാൽവിൻ എന്നറിയപ്പെടുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇദ്ദേഹം നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ഇദ്ദേഹത്തിന്റെ ഒരു പ്രസ്ഥാനമായിരുന്നു ഈ പറഞ്ഞ ആര്യ സമാജം എന്ന് പറയുന്നത്. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ആയിരുന്നു. ഈ ആര്യ സമാജത്തിന്റെ മോട്ടോ എന്ന് പറയുന്നത് വിഗ്രഹാരാധന, അതേപോലെ തന്നെ ശൈശവ വിവാഹമൊക്കെ എതിർക്കാന്നായിരുന്നു. അതേപോലെ ഈ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ കാര്യങ്ങള് ഇതേപോലൊക്കെ തന്നെ. ഈ പറഞ്ഞ ജാതി വ്യവസ്ഥ, ശൈശവ വിവാഹം, വിഗ്രഹാരാധന, ബഹുഭാരിത്വം ഇതൊക്കെ എതിർത്ത സാമൂഹിക പരിഷ്കർത്താവാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ഇനി ഇദ്ദേഹം രചിച്ച കൃതിയാണ് സത്യാർത്ഥ പ്രകാശം. സത്യാർത്ഥ പ്രകാശം സ്വാമി ദയാനന്ദ സരസ്വതിയുടെയാണ്. സത്യാർത്ഥ പ്രകാശം നിങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്യുക. സരസ്വതി എന്ന് പറയുന്നത് ഇപ്പൊ അറിവിന്റെ ഒക്കെ ഒരു ദേവിയാണല്ലോ. അപ്പൊ പ്രകാശം അങ്ങനെ എന്തെങ്കിലും വെച്ച് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ സത്യാർത്ഥ പ്രകാശാണ്
സ്വാമി ദയാനന്ദ സരസ്വതിയുടെ. പിന്നെ അദ്ദേഹം ഒരു സ്വാമിയാണല്ലോ, അപ്പൊ ഹിന്ദു മതത്തിന്റെ കാൽവിൻ എന്ന് കണക്ട് ചെയ്യാലോ. ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നതും സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അദ്ദേഹത്തിന്റെ റിയൽ നെയിമാണ് മൂൽ ശങ്കർ. തങ്കാരയിലാണ് ജനിച്ചത്. ഇനി ഈ പറഞ്ഞ ആര്യ സമാജത്തിന്റെ ബൈബിൾ ആണ് സത്യാർത്ഥ പ്രകാശം. ഇത് എഴുതിയത് ദയാനന്ദ സരസ്വതി ആണല്ലോ. അപ്പൊ ആര്യ സമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് സത്യാർത്ഥ പ്രകാശം. പിന്നെ നമ്മള് വേറൊരു കാര്യം പറഞ്ഞു, 10 സിദ്ധാന്തങ്ങൾ എന്ന പ്രസ്ഥാനം ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആര്യ സമാജവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇനി ആര്യന്മാരുടെ ജന്മദേശം ടിബറ്റ് ആണെന്ന വാദം മുന്നോട്ട് വെക്കുന്ന ദയാനന്ദ സരസ്വതിയുടെ കൃതിയാണ് ഈ പറഞ്ഞ സത്യാർത്ഥ പ്രകാശം. ഈ സത്യാർത്ഥ പ്രകാശത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ആര്യന്മാരാണ് ഏറ്റവും നല്ല വംശം, അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ വേറെ തിയറി ഒക്കെ കേട്ടിട്ടുണ്ടോ? ആര്യന്മാരുടെ ജന്മദേശം ടിബറ്റ് ആണെന്ന വാദം മുന്നോട്ട് വെക്കുന്ന അദ്ദേഹത്തിന്റെ കൃതിയാണ് സത്യാർത്ഥ പ്രകാശം. ഇത് പ്രസിദ്ധീകരിച്ചത് 1875 കേട്ടോ. ഇനി ആര്യ സമാജം സ്ഥാപിച്ചതും 1875 നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ സത്യാർത്ഥ പ്രകാശം പ്രസിദ്ധീകരിച്ചതും 1875. അതാണ് ഈ പറഞ്ഞ ആര്യ സമാജം ഉണ്ടാക്കിയപ്പോ തന്നെ ആര്യ സമാജത്തിന്റെ ബൈബിളും വന്നു കേട്ടോ. അപ്പൊ ആര്യ സമാജത്തിന്റെ ബൈബിളാണ് സത്യാർത്ഥ പ്രകാശം. ഇനി അദ്ദേഹം ഹിന്ദി ഭാഷയിലാണ് സത്യാർത്ഥ പ്രകാശം രചിച്ചത്. ഇനി അദ്ദേഹത്തിന്റെ പത്രമായിരുന്നു ആര്യപ്രകാശം. ഓക്കെ, ക്ലിയർ ആവണല്ലേ? ഇത് കേട്ട് പഠിക്കാട്ടാ. കുറെ വലിയ സുഖമൊന്നും ഇല്ല ഇത് മുഴുവൻ കാണാപാഠം പഠിക്കാനായിട്ട്. എന്നാലും നിങ്ങൾ കേട്ട് ഇത് ക്ലിയർ ആവും. അപ്പൊ ഹിന്ദു മതത്തിൽ നിന്നും വിട്ടുപോയവരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ശുദ്ധി പ്രസ്ഥാനം. അതായത് ഹിന്ദു മതത്തിൽ നിന്ന് വിട്ടുപോയ ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരിക. അതിനുവേണ്ടി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനത്തിന്റെ പേര് ശുദ്ധി പ്രസ്ഥാനം. ഇനി ദയാനന്ദ സരസ്വതി പശു സംരക്ഷണത്തിനായി 82 ഒരു സംഘടന ആരംഭിച്ചു. അതാണ് ഗോരക്ഷണി സഭ. ഗോമാതാവ് എന്ന് പറഞ്ഞ പശുവാണല്ലോ, ഗോരക്ഷണി സഭ. ഇനി വേദകൃതികളും തന്റെ ഗ്രന്ഥങ്ങളും പ്രസിദ്ധീകരിക്കാനായി ദയാനന്ദ സരസ്വതി ആരംഭിച്ച സ്ഥലമാണ്, സഭ ആരംഭിച്ച സ്ഥലമാണ് അജ്മീർ. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ബാക്കിയൊക്കെ ഇമ്പോർട്ടന്റ് ആട്ടാ. ഇതും അങ്ങനെ ചോദിച്ചു കണ്ടോളാം. ശുദ്ധി പ്രസ്ഥാനമൊക്കെ എപ്പോഴും ചോദിക്കണതാ. ഇനി അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു ലാലാ ലജ്പത് റായ് ലാലാ ലജ്പത് റായ് ഇനി നമ്മൾ പഠിക്കും. ലാൽ ബാൽ പാൽ എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. തീവ്ര ചിന്താഗതിയുള്ള വിഭാഗത്തിലെ ഒരാളായിരുന്നു ലാലാ ലജ്പത് റായ്. പിന്നെ ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാല നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. ഓക്കെ, അപ്പൊ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യനായിരുന്നു ലാലാ ലജ്പത് റായ്. ഇനി ജാലിയൻ വാലാബാഗ് ഒക്കെ ആയിട്ട് വരുമ്പോ നമ്മൾ ഇനി ആദ്യം അത് പഠിക്കും. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ മുദ്രാവാക്യായിരുന്നു ഇന്ത്യക്കാർക്ക്. ദയാനന്ദ സരസ്വതിയുടെ ഒരു മുദ്രാവാക്യാണ് ഇന്ത്യക്കാർക്ക്. ഇനി സ്വരാജ്, സ്വഭാഷ, സ്വധർമ്മ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ദയാനന്ദ സരസ്വതിയാണ്. സ്വരാജ്യ, സ്വഭാഷ, സ്വധർമ്മ. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞു ഈ ദയാനന്ദ സരസ്വതിയുടെ പുസ്തകമാണ് ഈ സത്യാർത്ഥ പ്രകാശം എന്ന് പറഞ്ഞു. അതിൽ അദ്ദേഹം പറയണത് ആര്യന്മാര് ടിബറ്റിൽ നിന്ന് വന്നവരാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലെ. നമ്മൾ പറഞ്ഞു ആര്യന്മാരുടെ ജന്മദേശം ടിബറ്റ് ആണെന്ന് മുന്നോട്ട് വെച്ചു. ഇനി ആര്യന്മാര് ഇന്ത്യയിലേക്ക് വന്നത് ടിബറ്റിൽ നിന്നാണെന്ന് അപ്പൊ ഈ സത്യാർത്ഥ പ്രകാശത്തിൽ ആരാ പറഞ്ഞത്? ദയാനന്ദ സരസ്വതി തന്നെയാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്, ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത് ടിബറ്റിൽ നിന്നാണെന്ന് അഭിപ്രായപ്പെട്ടത്. ഇത് അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ സത്യാർത്ഥ പ്രകാശത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി വേദങ്ങളിലേക്ക്, ഇതൊക്കെ എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ടാണ്. ശുദ്ധി പ്രസ്ഥാനം അദ്ദേഹത്തിന്റെയാണ്. ഹിന്ദു മതത്തിൽ നിന്ന് തിരിച്ചു വന്നവരെ വിട്ടുപോയവരെ ശുദ്ധീകരിക്കാൻ, തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പ്രസ്ഥാനം ശുദ്ധി പ്രസ്ഥാനം. ഇനി വേദങ്ങളിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്തതും ദയാനന്ദ സരസ്വതിയാണ്. ഒരു സ്വാമിയൊക്കെ ആയിരിക്കൂലേ എപ്പോഴും വേദങ്ങളിലേക്ക് മടങ്ങാനൊക്കെ, അങ്ങനെയൊക്കെ വെച്ച് കണക്ട് ചെയ്യാട്ടാ. വിവേകാനന്ദനൊക്കെ ഉണ്ട്, അതുകൊണ്ട് തെറ്റാണ്ട് പഠിക്കാട്ടാ. ഇത് സ്വാമി ദയാനന്ദ സരസ്വതി. വേദങ്ങളിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവാണ് ദയാനന്ദ സരസ്വതി. ഇപ്പൊ കുറച്ച് എല്ലാം കൂടി അവിയലായില്ലേ, ബ്രഹ്മസമാജവും അതേപോലെ തന്നെ ആര്യ സമാജവും കുറച്ചൊക്കെ കിട്ടും നിങ്ങക്ക്. ഇനി അങ്ങോട്ട് നന്നായിട്ട് അവിയലാവും. അപ്പൊ ഇന്ന് ഈ ഭാഗമൊക്കെ ഇന്ന് തന്നെ പോയി പഠിക്കാട്ടാ, ഇല്ലെങ്കിൽ ഒന്നും കിട്ടില്ല. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മത സാമൂഹിക പ്രസ്ഥാനം. ഇനി നമ്മൾ കുറെ പ്രസ്ഥാനങ്ങളൊക്കെ പഠിക്കും.
ഓപ്ഷൻ എ ബ്രഹ്മ സമാജം, ഓപ്ഷൻ ബി ആര്യ സമാജം, ഓപ്ഷൻ സി തിയോസഫിക്കൽ സൊസൈറ്റി, ഓപ്ഷൻ ഡി അലിഗർ പ്രസ്ഥാനം. ഏതായിരിക്കും ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മത സാമൂഹിക പ്രസ്ഥാനം? ബ്രഹ്മസമാജാണ് കേട്ടാ. ബ്രഹ്മസമാജം ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ, നമ്മൾ ആദ്യം ബ്രഹ്മസമാജാണല്ലോ പഠിച്ചത്. ഓക്കെ, ബ്രഹ്മസമാജം 1828 വന്നത്. പിന്നെ 30 അതിന്റെ പേര് മാറ്റിയെന്നല്ലേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞ ആര്യ സമാജമൊക്കെ 75 അപ്പൊ ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മത സാമൂഹിക പ്രസ്ഥാനം ബ്രഹ്മസമാജാണ് കേട്ടോ. അപ്പൊ ഇടയിൽ ഇങ്ങനെ ഓരോ ചോദ്യം ചോദിക്കാം, അപ്പൊ കുറച്ചൊക്കെ കിട്ടും. ബ്രഹ്മസമാജം എന്ന സ്ഥാപിതയെ ഇപ്പൊ ഞാൻ പറഞ്ഞതാണ്, വേഗം പറഞ്ഞ വർഷം. ബ്രഹ്മസമാജ സ്ഥാപിതായത് 1828. പിന്നെ ഈ പറഞ്ഞ ബ്രഹ്മസമാജത്തിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ? ഈ പറഞ്ഞ ആദി ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജവുമായിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇതില് ദേവേന്ദ്രനാഥ ടാഗോറിന്റെ ആണ് കേട്ടോ ആദി ബ്രഹ്മസമാജം എന്ന് പറയുന്നത്. ആദി ബ്രഹ്മസമാജം ആണ് ദേവേന്ദ്രനാഥ ടാഗോറിന്റെ കേട്ടോ. ഇനി എന്നാ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. 10 സിദ്ധാന്തങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 10 സിദ്ധാന്തങ്ങൾ ഏത് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? 10 സിദ്ധാന്തങ്ങൾ. ഓക്കെ, 10 സിദ്ധാന്തങ്ങള് ആര്യ സമാജവുമായിട്ട് ബന്ധപ്പെട്ടു. ഓക്കെ, ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന് കാരണം എന്ന് പറഞ്ഞതാരാ? ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന് കാരണം എന്ന് പറഞ്ഞത് രാജാറാം മോഹൻ റോയ്. ഓക്കെ, ഇതിന് കുറെ നമ്മൾ പഠിക്കും, അപ്പൊ നിങ്ങൾ മറന്നു പോകും. അതുകൊണ്ട് കുറേശ്ശെ എടുക്കണത് അപ്പൊ പഠിക്കാം കേട്ടോ. ഓക്കെ, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി അടുത്തത്, ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം മുഴക്കിയതാരാ? ഇന്ത്യക്കാർക്ക്. ഇന്ത്യക്കാർക്ക് രാജാറാം മോഹൻ റോയ് അല്ല കേട്ടാ. ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ദയാനന്ദ സരസ്വതിയുടെയാണ്. ഇനി നമ്മൾ ഇനിയും പഠിക്കും, അപ്പൊ ഇനിയും കുറെ കൺഫ്യൂഷൻ ആവും. അപ്പൊ ഞാൻ ഒന്നും കൂടി ചോദിക്കാം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോണത് സത്യശോധക് സമാജാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ആര്യ സമാജത്തെ പറ്റിയാണ്. പിന്നെ സത്യാർത്ഥ പ്രകാശം ആര്യ സമാജത്തിന്റെ പുസ്തകമാണ് കേട്ടോ. ഓക്കെ, ഇനി പറയാൻ പോണത് സത്യശോധക് സമാജ്. സത്യശോധക് സമാജ് 1873 സ്ഥാപിച്ചത്. പൂനെയിൽ വെച്ചിട്ടാണ്. ഇനി ഇത് സ്ഥാപിച്ചത് ജ്യോതിറാവു ഫുലെയാണ് ഈ സത്യശോധക് സമാജിന്റെ സ്ഥാപിച്ചത്. ഇനി അതിന്റെ മുഖപത്രമാണ് ദീൻ ബന്ധു കേട്ടോ. അപ്പൊ സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ജ്യോതിറാവു ഫുലെ, അതിന്റെ മുഖപത്രമാണ് ദീൻ ബന്ധു. ഓക്കെ, ഇനി ജ്യോതിറാവു ഫുലെ പറ്റി കുറച്ച് പഠിക്കാം. ഇത് സത്താറയിലാണ്, മഹാരാഷ്ട്രയില്. നമ്മൾ വേറെ ഒരു സ്ഥലം പഠിച്ചിരുന്നു, ഞാൻ സ്ലൈഡ് വെച്ച് പറയാം, അപ്പൊ പിന്നെ ഒന്നും ഓർമ്മ വരില്ല. തങ്കാര ആണ് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ജന്മസ്ഥലം. അദ്ദേഹത്തിന്റെ പേര് മൂൽ ശങ്കർ എന്നായിരുന്നു കേട്ടോ. അപ്പൊ സത്യശോധക് സമാജ് 1873 പൂനെയിൽ വെച്ചിട്ടാണ് സ്ഥാപിതമായത്. ജ്യോതിറാവു ഫുലെയാണ് സ്ഥാപിച്ചത്. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമാണ് സത്താറ, മഹാരാഷ്ട്രയിലാണ് സത്താറ. ഇന്ത്യയിലെ ജാതി വിരുദ്ധ ബ്രാഹ്മണ വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ എന്ന് അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ജാതി വിരുദ്ധ ബ്രാഹ്മണ വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ ജ്യോതിറാവു ഫുലെ എന്നറിയപ്പെടുന്നു. ഇനി
പിന്നോക്ക ജാതിക്കാരെ സൂചിപ്പിക്കുന്നതിനായി ദളിത് എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജ്യോതിറാവ് ഫുലെയാണ് കേട്ടോ. അപ്പൊ ദളിത് എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചു. റൈറ്റ്സ് ഓഫ് മാൻ, അദ്ദേഹത്തെ സ്വാധീനിച്ച ഒരു പുസ്തകത്തിന്റെ പേരാണ് റൈറ്റ്സ് ഓഫ് മാൻ. ഇനി ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഗുലാംഗിരിയും അതേപോലെ ഇഷാരൻ. ഗുലാംഗിരി ജ്യോതിറാവു ഫുലെ. അപ്പൊ ഗുലാംഗിരിയും ഇഷാരയും അദ്ദേഹത്തിന്റെ രചയിതാവാണ്. ഒരു ഹിന്ദി വേർഡ് ഓർമ്മ വന്നു, പക്ഷെ അത് ഇതല്ലേ ഓണോന്നും എനിക്ക് ഉറപ്പില്ല. അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരുവാണ് ഈ പറഞ്ഞ ജ്യോതിറാവ് ഫുലെ. വാക്ക് തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യുമ്പോൾ തെറ്റില്ല. ഓക്കെ, ഗുലാംഗിരിയും ഇഷാരയും അദ്ദേഹം ഇഷാരയും രചിച്ചത് ജ്യോതിറാവ് ഫുലെയാണ്. അതേപോലെ തന്നെ അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരുവാണ് ഈ പറഞ്ഞ ജ്യോതിറാവു ഫുലെ. ഓക്കെ, ഇനി ഈ പറഞ്ഞ അടുത്തേക്ക് പോവാം. ജ്യോതിറാവ് ഫുലെ ക്വസ്റ്റ്യൻ കണ്ടാൽ ഞാൻ പറയാം, എല്ലാം കൂടി ഒരുമിച്ച് പറയാം ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾക്ക് ഇത്തിരി ഡൗട്ട് വരും. അപ്പൊ മെയിൻ ആയിട്ട് ഇതാണ് പഠിക്കേണ്ടത് കേട്ടോ. ഗുലാംഗിരിയും ഇഷാരയും രചിച്ചത് ജ്യോതിറാവ് ഫുലെയാണ്. സത്യശോധക് സമാജ് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം കേട്ടോ. ഇനി അടുത്തതാണ് അലിഗഡ് പ്രസ്ഥാനം. അലിഗഡ് പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു മുസ്ലിം ടേം ആണെന്ന് ഒന്ന് കണക്ട് ചെയ്യാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അലിഗഡ് പ്രസ്ഥാനം ഒരു മുസ്ലിം സ്ഥാപിച്ചതാണ് എന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സമുന്നത നേതാവായ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് ഈ പറഞ്ഞ അലിഗഡ് പ്രസ്ഥാനം തുടങ്ങിയത്. അപ്പൊ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സമുന്നത നേതാവാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അദ്ദേഹം 1875 സ്ഥാപിച്ചതാണ് അലിഗഡ് പ്രസ്ഥാനം. അലിഗഡ് പ്രസ്ഥാനം കേട്ടോ. ഇനി അദ്ദേഹമാണ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത്. 1875 മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചതും അലിഗഡ് ഈ പറഞ്ഞ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. ഇത് പിന്നീട് നമ്മുടെ അലിഗഡ് യൂണിവേഴ്സിറ്റി ഒക്കെ ഈ പറഞ്ഞ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് ആണ് പിന്നീട് അലിഗഡ് യൂണിവേഴ്സിറ്റി ആയത് കേട്ടോ. ഇനി ഓൾ ഇന്ത്യ മുഹമ്മദൻ എഡ്യൂക്കേഷണൽ കോൺഫറൻസ് സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ, അലിഗഡ് പ്രസ്ഥാനം. ഇതൊക്കെ മാച്ച് ദ ഫോളോയിങ്ങിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കണവരാണെങ്കിൽ അറിയാം. ഇതൊക്കെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് അലിഗഡ് പ്രസ്ഥാനം. ഇപ്പുറത്ത് കുറയണം തരും ആര്യ സമാജം, പിന്നെ അതേപോലെ തന്നെ ബ്രഹ്മസമാജം. മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ഇപ്പുറത്ത് ബ്രഹ്മസമാജം, ഈ പറഞ്ഞ രാജാറാം മോഹൻ റോയ്, ദയാനന്ദ സരസ്വതി, സർ സയ്യിദ് അഹമ്മദ് ഖാൻ, ഇനി സത്യശോധക് സമാജത്തിന്റെ ജ്യോതിറാവ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കോൺഗ്രസിന്റെ രൂപീകരണത്തെ എതിർത്ത് 1888 യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അപ്പൊ യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ 1888 ആരംഭിച്ചത്. അത് തുടങ്ങിയത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ട്ടോ. ഇനി ഹണ്ടർ കമ്മീഷൻ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ആയിരുന്നു ഈ 1882 ഹണ്ടർ കമ്മീഷൻ എന്ന് പറയുന്നത്. അതിൽ അംഗമായിരുന്ന വ്യക്തിയും കൂടിയാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഇത് എപ്പോഴും നമ്മൾ തെറ്റിക്കും. ഇത് നമ്മൾ വല്ല രാജാറാം മോഹൻ റോയ് ഒക്കെ ആണെന്ന് വിചാരിക്കും കുറെ അങ്ങോട്ട് പഠിച്ചു പോകുമ്പോ. ഇതില് അദ്ദേഹം പറയണത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ്. ഇങ്ങനെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ കുറിച്ച് പറഞ്ഞ നവോത്ഥാന നായകനാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ അലിഗഡ് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്, അലിഗഡ് പ്രസ്ഥാനമാണ് പിന്നീട് ഈ അലിഗഡ് യൂണിവേഴ്സിറ്റി ഒക്കെ ആയിട്ട് മാറിയത്. അപ്പൊ അതിന്റെ ആളാണ് ഈ പറഞ്ഞ സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്നത്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് ഇദ്ദേഹമാണ് കേട്ടോ. നമുക്ക് കുറച്ച് വിദ്യാഭ്യാസത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ബാക്കി നമുക്ക് അപ്പൊ പറയാം. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാം.
അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ 2 അറകളാണെന്ന് പറഞ്ഞതാരാ? ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞതാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ പറഞ്ഞത് വെച്ച് കണക്ട് ചെയ്ത് പറഞ്ഞതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മയുണ്ടാവും. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ 2 അറകളാണെന്ന് പറഞ്ഞതാരാ? ആർക്കും ഓർമ്മയില്ലേ? മുഹമ്മദ് അലി ഖാനല്ല. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ 2 അറകളാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഈ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് പഠിച്ചതാണ് നമ്മള്. ഞാൻ ഒന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞോന്നുള്ളൂ ഇതായിട്ട് കണക്ട് ചെയ്ത്. അത് ടാഗോറാണ് കേട്ടാ പറഞ്ഞത്. രവീന്ദ്രനാഥ ടാഗോറാണ് പറഞ്ഞത് പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ 2 അറകളാണ് എന്ന് പറഞ്ഞത്. ഇവിടെ നമ്മള് സർ സയ്യിദ് അഹമ്മദ് ഖാൻ പറഞ്ഞത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് അതാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ആള് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ റിവൈസ് ചെയ്യാട്ടാ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. ഇനി അന്നാ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ആരാണ് സത്യശോധക് സമാജ് നേതൃത്വം കൊടുത്തത്? സത്യശോധക് സമാജ് ഞാൻ പറയേ. സത്യശോധക് സമാജ് ജ്യോതിറാവു ഫൂലെ കേട്ടോ. കിട്ടിയാ? ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം മുഴക്കിയതാരാ? ഇന്ത്യക്കാർക്ക് ദയാനന്ദ സരസ്വതി. കിട്ടല്ലാന്ന് വെച്ച് വിഷമിക്കൊന്നും വേണ്ട ആരും. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാ പഠിക്കണത്. പിന്നെ വായിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇനി അടുത്തത് നമ്മൾ പറയണതാണ് പണ്ഡിത രമാബായി. പണ്ഡിത രമാബായി. ഇനി 1889 കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളിൽ പ്രധാനിയായിരുന്നു പണ്ഡിത രമാബായി. ആൾ ആരംഭിച്ച സംഘടനയാണ് ആര്യ മഹിളാ സമാജ്. നേരത്തെ നമ്മുടെ ആര്യ സമാജം പഠിച്ചിരുന്നു. ഇത് ആര്യ മഹിളാ സമാജ്. ആര്യ സമാജത്തിന്റെ എന്താ പറയാ? ആര്യ സമാജം ആരുടെയാ? ആര്യ സമാജം ദയാനന്ദ സരസ്വതി. ദയാനന്ദ സരസ്വതിയുടെയാണ് ആര്യ സമാജം. ഇത് ആര്യ മഹിളാ സമാജാണ് കേട്ടോ, പണ്ഡിത രമാബായിയുടെ. ഇനി വിധവകളായ സ്ത്രീകൾക്ക് വേണ്ടി ശാരദാ സദൻ എപ്പോഴും ചോദിക്കണതാണ് ആരംഭിച്ചത് പണ്ഡിത രമാബായി ആണ്. വിധവകളായ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ശാരദാ സദൻ ആരംഭിച്ചത്. ഇനി ബൈബിള് മറാത്തി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് പണ്ഡിത രമാബായി ആണ് കേട്ടോ. ബൈബിള് മറാത്തി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി. ഇനി പണ്ഡിത രമാബായിയുടെ പ്രശസ്തമായ രചനയാണ് ദ ഹൈ കാസ്റ്റ് ഹിന്ദു വുമൺ. ദ ഹൈ കാസ്റ്റ് ഹിന്ദു വുമൺ. ഇനി അദ്ദേഹം പണ്ഡിത രമാബായി ആണ് ബൈബിള് മറാത്തി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി. എപ്പോഴും ചോദിക്കണത് ഈ പറഞ്ഞ ശാരദാ സദനും അതേപോലെ തന്നെ ആര്യ മഹിളാ സമാജും അത് സ്ഥാപിച്ചത് ആരാന്ന് എപ്പോഴും ചോദിക്കണതാണ്. അപ്പൊ ആര്യ മഹിളാ സമാജും അതേപോലെ തന്നെ ശാരദാ സദൻ അത് രണ്ടും സ്ഥാപിച്ചത് പണ്ഡിത രമാബായി ആണ് കേട്ടോ. ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ കുറച്ച് നമ്മൾ പഠിച്ചത് തന്നെയാണ്, എന്നാലും ഒന്നും കൂടി പറയാം. ആത്മീയ സഭ 1815 രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. ആത്മീയ സഭ അത് ആരുടെയാണെന്ന് ചോദിക്കാറുണ്ട്, വർഷവും ചോദിക്കാറുണ്ട്. ആത്മീയ സഭ 1815 രാജാറാം മോഹൻ റോയ് ആണ് സ്ഥാപിച്ചത്. ബ്രഹ്മസമാജ് മുന്നേ ബ്രഹ്മസഭയായിരുന്നല്ലോ, അത് സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്. നമ്മൾ പറഞ്ഞതാണ് ആത്മീയ സഭ 1815 രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജ് 1828 വർഷവും ഇമ്പോർട്ടന്റ് ആട്ടോ, രാജാറാം മോഹൻ റോയ്. ഇനി ശുദ്ധി പ്രസ്ഥാനം നമ്മൾ പഠിച്ചതാണ്. ദയാനന്ദ സരസ്വതി ഹിന്ദു മതത്തിൽ നിന്ന് പുറത്തു പോയവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനമായിരുന്നു ശുദ്ധി പ്രസ്ഥാനം. ആര്യ സമാജം 75 ദയാനന്ദ സരസ്വതി അത് നമ്മൾ പഠിച്ചതാണ്. ആര്യ സമാജം
ദയാനന്ദ സരസ്വതിയുടെ 1875. യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ 1888 സർ സയ്യിദ് അഹമ്മദ് ഖാൻ, അതായത് നമ്മൾ പറഞ്ഞിരുന്നതാണ് യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ സർ സയ്യിദ് അഹമ്മദ് ഖാനിന്റെ ആണ് 1888. ഇനി ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും. രാമകൃഷ്ണ മിഷൻ, അത് സ്വാമി വിവേകാനന്ദൻ, ഈ പറഞ്ഞ ശ്രീരാമ പരമഹംസ ഹംസ ഈ വിവേകാനന്ദന്റെ ഗുരുവായിരുന്നല്ലോ, അപ്പൊ അദ്ദേഹത്തിനോടുള്ള ആളുടെ പേരിട്ടേക്കണതാണ് ആദരവായിട്ട്. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദന്റെ ആണ്. ഇനി ഹരിജൻ സേവാ സംഘം ഇമ്പോർട്ടന്റ് ആണ്, ഗാന്ധിജിയുടെയാണ് ഹരിജൻ സേവാ സംഘം. ഇനി പ്രാർത്ഥനാ സമാജ് ആത്മാറാം പാണ്ഡുരംഗ്. ഇനി നമ്മള് ആത്മാവിന് വേണ്ടി നിത്യശാന്തി കിട്ടാനൊക്കെ പ്രാർത്ഥിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും വെച്ച് കണക്ട് ചെയ്യുക. പ്രാർത്ഥനാ സമാജ് ആത്മാറാം പാണ്ഡുരംഗിന്റെയാണ്. ഇനി പൂനെ സാർവജനിക സഭ 1870 മഹാദേവ ഗോവിന്ദ റാനഡയുടെയാണ്. ഇതൊക്കെ സംഘടനകളും ആരാ സ്ഥാപിച്ചതെന്ന് പഠിച്ചാൽ മതി കേട്ടോ. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദന്റെ, ഹരിജൻ സേവാ സംഘം ഗാന്ധിജിയുടെ, പ്രാർത്ഥനാ സമാജ് ആത്മാറാം പാണ്ഡുരംഗിന്റെ, പൂനെ സാർവജനിക സഭ മഹാദേവ ഗോവിന്ദ റാനഡയുടെ, ഹിന്ദു മഹാസഭ മദൻ മോഹൻ മാളവ്യ. ഇതിൽ ഒരെണ്ണം പോലും ചോദിക്കാത്തതില്ല കേട്ടോ. സേവാ സദൻ BM മലബാറി, സേവാ സദൻ സ്ഥാപിച്ചത് BM മലബാറിയാണ്. തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ ടാഗോർ ആണ്. ഹോം റൂൾ ലീഗ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, ആനി ബസന്റും ബാലഗംഗാധര തിലകനും കൂടിയിട്ടാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഇത്തിരി കൺഫ്യൂസിങ് ആണ്, പതുക്കെ പഠിച്ചാൽ മതി. ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ ഒന്നുകൂടി നോക്കാം. ആത്മീയ സഭ രാജാറാം മോഹൻ റോയ്, ആത്മീയ സഭ അതേപോലെ ബ്രഹ്മ സമാജ്, ഇത് രണ്ടും രാജാറാം മോഹൻ റോയുടെ. ആത്മീയ സഭ അതേപോലെ തന്നെ ബ്രഹ്മ സമാജ്. ഇനി ശുദ്ധി പ്രസ്ഥാനം ദയാനന്ദ സരസ്വതി, ആര്യ സമാജവും അതേപോലെ തന്നെ ശുദ്ധി പ്രസ്ഥാനവും ദയാനന്ദ സരസ്വതിയുടെയാണ്. യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ സർ സയ്യിദ് അഹമ്മദ് ഖാൻ, അദ്ദേഹമാണ് അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ സ്ഥാപകൻ. മുഹമ്മദൻ ഓറിയന്റൽ കോളേജ് പിന്നീട് നമ്മൾ പറഞ്ഞു. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദന്റെ ആണ്. ഹരിജൻ സേവാ സംഘം ഗാന്ധിജിയുടെയാണ്. പ്രാർത്ഥനാ സമാജ് ആത്മാറാം പാണ്ഡുരംഗിന്റെ ആണ്. പൂനെ സാർവജനിക സഭ മഹാദേവ ഗോവിന്ദ റാനഡയാണ്. ഓക്കെ, ഹിന്ദു മഹാസഭ മദൻ മോഹൻ മാളവ്യയുടെയാണ് ഹിന്ദു മഹാസഭ. സേവാ സദൻ BM മലബാറി. തത്വബോധനി സഭ ദേവേന്ദ്രനാഥ ടാഗോർ. ഹോം റൂൾ ലീഗ് ആനി ബസന്റും അതേപോലെ ബാലഗംഗാധര തിലകും. ഇനി ഇവിടെ കൊടുത്തേക്കണത് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെയാണ്. പരിഷ്കരണ പ്രസ്ഥാനം അത് ആരാണ് തുടങ്ങി വെച്ചത്, അതിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ. ഈ ടേബിള് SCRT-യിലുള്ള 10th ക്ലാസ്സിലുള്ള ഹിസ്റ്ററിയുടെയാണ്. വെരി വെരി ഇമ്പോർട്ടന്റ് കേട്ടോ, അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി ആണെന്ന് പറഞ്ഞു. ഇതിങ്ങനെ വീണ്ടും കേൾക്കാം, അപ്പൊ കിട്ടൂട്ടോ. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതിയുടെയാണ്. അദ്ദേഹം ചെയ്തത്, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആശയമാണ് വിഗ്രഹാരാധന അതേപോലെ തന്നെ ശൈശവ വിവാഹം എന്നിവ എതിർത്തു. വിഗ്രഹാരാധന എതിർത്തു, അതേപോലെ തന്നെ ശൈശവ വിവാഹം എതിർത്തു. രാമകൃഷ്ണ മിഷൻ നമ്മളിപ്പോ പറഞ്ഞു സ്വാമി വിവേകാനന്ദന്റെ ആണ്. ജാതി വ്യവസ്ഥ എതിർത്തു, അനാചാരങ്ങളെ എന്നിവയെ എതിർത്തു. സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവ പ്രോത്സാഹിച്ചു. സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത. ഈ സ്വാതന്ത്ര്യ സമത്വമൊക്കെ നമ്മൾ ഇനി ഫ്രഞ്ച് വിപ്ലവം പഠിക്കുമ്പോ പറയൂ കേട്ടോ. ഓക്കെ, അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ ആണ്. അലിഗഡ് പ്രസ്ഥാനം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരമായ പുരോഗതിക്കായി വാദിച്ചു. അത് നമുക്കറിയാം. മുസ്ലിങ്ങളുടെ, ഞാൻ മുസ്ലിം പേരാണെന്നൊക്കെ പറഞ്ഞിരുന്നു. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗാണ്. അതിൽ മിശ്ര ഭോജനം, മിശ്ര വിവാഹം, വിധവാ പുനർവിവാഹം, സ്ത്രീകളുടെയും പിന്നാക്ക ജനവിഭാഗങ്ങളുടെ പുരോഗതി എന്നിവയ്ക്കായി നിലകൊണ്ടതാണ് പ്രാർത്ഥനാ സമാജം. മിശ്രഭോജനം, മിശ്ര വിവാഹം, വിധവാ പുനർവിവാഹം. തിയോസഫിക്കൽ സൊസൈറ്റി ആരാ സ്ഥാപിച്ചത്? ആനി ബസന്റ് ആണ് തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത്. ഹിന്ദു മതത്തിന്റെ പുനരുദ്ധാരണത്തിനായിട്ടാണ് വന്നത്. ഈ ഹിതകാരിണി സമാജമൊക്കെ PSC വെറുപ്പിച്ച് വെച്ചേക്കണ ക്വസ്റ്റ്യനാ.
ഹിതകാരിണി സമാജം വീരേശ ലിംഗത്തിന്റെയാണ്. വിധവ പുനർവിവാഹം അതേപോലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചരണം നടത്തിയതാണ്. പിന്നെ സത്യശോധക് സമാജം ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ജ്യോതിബ ഫുലെയാണ്, അല്ലെങ്കിൽ ജ്യോതിറാവു ഫുലെ എന്നൊക്കെ പറയും. ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്തു. പിന്നോക്ക വിഭാഗങ്ങൾക്കായി വിദ്യാലയങ്ങളൊക്കെ ആരംഭിച്ചു. സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കറുടെയാണ്. ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥേനെയും ഒക്കെ എതിർത്തതാണ് സ്വാഭിമാന പ്രസ്ഥാനം. ഇനി ഇത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, SNDP. അത് ശ്രീനാരായണ ഗുരു ആണ് സ്ഥാപിച്ചത്. ജാതി വ്യവസ്ഥയും ദുരാചാരങ്ങളെ എതിർത്തു. പിന്നോക്ക വിഭാഗങ്ങളുടെയും സാമൂഹികവും വിദ്യാഭ്യാസപരമായ പുരോഗതിക്ക് നിലകൊണ്ടു. എനിക്കറിയാം ഇത് വലിയ സുഖമൊന്നുമില്ല, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ പ്രാന്ത് പിടിക്കാനുണ്ടാവും, പക്ഷെ പഠിച്ചേ പറ്റൂ. ഓക്കെ, ഞാൻ ഇതിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, നിങ്ങൾ ഇതിന്റെ ആൻസർ പറയാ. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാബായി ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം. ഓപ്ഷൻ എ പ്രാർത്ഥനാ സമാജം, ഓപ്ഷൻ ബി ശാരദാ സദൻ, ഓപ്ഷൻ സി ഹിതകാരിണി സമാജം, ഓപ്ഷൻ ഡി തിയോസഫിക്കൽ സൊസൈറ്റി. ദേ ഇവിടെ കൊടുത്തേക്കണ ഈ സ്ലൈഡ് നോക്കിയിട്ടെങ്കിലും നിങ്ങൾ ആൻസർ പറയാട്ടാ. ശാരദാ സദനാണ് ഈ പറഞ്ഞ പണ്ഡിത രമാബായിയുടെ അല്ലെ, പണ്ഡിത രമാബായിയുടെ ശാരദാ സദനാണ്. ഈ പറഞ്ഞ MJ റാനഡെ, മഹാദേവ ഗോവിന്ദ റാനഡെ, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, പൂനെ സാർവജനിക സഭയുടെ ഒക്കെ സ്ഥാപകൻ. അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു കേട്ടോ ഈ പറഞ്ഞ പണ്ഡിത രമാബായി എന്ന് പറഞ്ഞ വ്യക്തി. അപ്പൊ പ്രാർത്ഥനാ സമാജം ആരുടെയാവേം പറഞ്ഞ പ്രാർത്ഥനാ സമാജം? ആത്മാറാം പാണ്ഡുരംഗ്. ആത്മാറാം പാണ്ഡുരംഗിന്റെയാണ്. ഹിതകാരിണി സഭ ആരുടെയാണ്, അല്ല ഹിതകാരിണി സമാജം ആരുടെയാ? ആ പിക്ചർ നോക്കിയിട്ട് പറഞ്ഞാലും മതി. ഹിതകാരിണി സമാജം കാണില്ലേ? ഹിതകാരിണി സമാജം ആരുടെയാ? ഹിതകാരിണി സമാജം വീരേശ ലിംഗത്തിന്റെ കേട്ടോ. തിയോസഫിക്കൽ സൊസൈറ്റി ആരുടെയാ? ആ PPT നോക്കി പറ. ആനി ബസന്റിന്റെ കേട്ടാ. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗിന്റെ, ഹിതകാരിണി സമാജം വീരേശ ലിംഗത്തിന്റെ ആണ്, തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റിന്റെ ആണ് കേട്ടാ. അറ്റ്ലീസ്റ്റ് ഞാൻ പറയുമ്പോഴെങ്കിലും ഒന്ന് കേട്ട് പോവാട്ടോ, കുറച്ചെങ്കിലും ഒരു കണക്ഷൻ കിട്ടും. ഇനി അടുത്തത് ഒരു ചേരുംപടി ചേർക്കാനാണ്. നിങ്ങൾ ആൻസർ അതിൽ നോക്കി പറഞ്ഞാലും മതി. ബ്രഹ്മസമാജം ആരുടെയാ? ബ്രഹ്മസമാജം ആരുടെയാ? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയുടെയാണ് ബ്രഹ്മസമാജം. ആര്യ സമാജം ആരുടെയാ? ദയാനന്ദ സരസ്വതി. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. ഓക്കെ. ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ അത് കേശവ ചന്ദ്രസെന്നിന്റെ ആണ് കേട്ടോ. കേശവ ചന്ദ്രസെൻ, ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ കേട്ടോ. ഇനി സത്യശോധക സമാജം ആരുടെയാ? സത്യശോധക സമാജം ജ്യോതിറാവു ഫൂലെ. ജ്യോതിറാവു ഫുലെ. ഓക്കെ. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകാനായി ശാരദാ സദൻ ആരംഭിച്ചതാരാ? പണ്ഡിത രമാബായി. പണ്ഡിത രമാബായി കേട്ടോ. ഇനി രാജാറാം മോഹൻ റോയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കേട്ടോ. അപ്പൊ ശരിയായതാണ് നിങ്ങൾ പറഞ്ഞോളൂ. ബ്രഹ്മസമാജം സ്ഥാപിച്ചു. ശരിയാണോ തെറ്റാണോ? ബ്രഹ്മസമാജം സ്ഥാപിച്ചു. ഓക്കെ. തുഫ്ഫത്തുൽ മുവാഹിദീൻ അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. തുഫ്ഫത്തുൽ മുവാഹിദീൻ അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. ശരിയാണോ? തുഫ്ഫത്തുൽ മുവാഹിദീൻ അദ്ദേഹത്തിന്റെ ആണ് കേട്ടോ. മുവാഹിദീൻ ട്ടാ, മുവാഹിദീൻ. ഇനി
അദ്ദേഹം 1833 ബ്രിസ്റ്റോളിൽ വെച്ച് നിര്യാതനായി എന്നാണ് അടുത്ത സ്റ്റേറ്റ്മെന്റ്. ശരിയാണ് കേട്ടോ. 1833 ഈ പറഞ്ഞ ബ്രിസ്റ്റോളിൽ വെച്ച് മരിച്ചു എന്നുള്ളത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെയെന്നാണ്? അത് കൽക്കട്ടയിലാണ് കേട്ടോ. വേദാന്ത കോളേജ് സ്ഥാപിച്ചത് കൽക്കട്ടയിൽ കേട്ടോ. പറഞ്ഞില്ല. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് പത്രങ്ങളെ പറ്റി പഠിക്കാം. ക്ലിയർ അല്ലേ? പത്രങ്ങൾ കേട്ടോ. ഫോർത്ത് എസ്റ്റേറ്റ് എന്നാണ് പത്രങ്ങൾ അറിയപ്പെടുന്നത് കേട്ടോ. ഫോർത്ത് എസ്റ്റേറ്റ്. ഇനി ഇതെപ്പോഴും ചോദിക്കേണ്ടതാണ്. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭുവാണ് കേട്ടോ. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭു. ഇനി പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴയ ദിനപത്രമാണ് ബോംബെ സമാചാർ. അത് ഇപ്പോഴും പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴയ ദിനപത്രമാണ് ബോംബെ സമാചാർ. അത് ഫർദൂർജി എന്ന് പറഞ്ഞ ഒരാളാണ് ഈ പറഞ്ഞ ബോംബെ സമാചാർ സ്ഥാപിച്ചത്. ഇനി ഗുജറാത്തി ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചത്. ആദ്യ ഇന്ത്യൻ ഭാഷാ ദിനപത്രം എന്ന് പറയുന്നത് സമാചാർ ദർപ്പണം. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഇത് ചോദിക്കാറുണ്ട്. ബോംബെ സമാചാർ പ്രസിദ്ധീകരണം തുടങ്ങുന്ന പഴയ ഇന്ത്യൻ പത്രമാണ്. ഇത് ആരാ സ്ഥാപിച്ചതെന്നൊക്കെ ചോദിക്കേണ്ടതാണ്. ഇനി ഇന്ത്യൻ പത്രത്തിന്റെ പിതാവ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. ഇന്ത്യൻ പത്രത്തിന്റെ പിതാവ്. എന്നാ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ചലപതി റാവു ആണ്. ഇത് എപ്പോഴും തെറ്റിക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട്. ഇന്ത്യൻ പത്രത്തിന്റെ പിതാവ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ചോദിച്ചു കഴിഞ്ഞാൽ ചലപതി റാവു. ഇനി നേരത്തെ നമ്മള് രാജാറാം മോഹൻ റോയുടെ കാര്യം പറഞ്ഞപ്പോ അവിടെ ഒരു പത്രത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് തുഷാർ കാന്തി ഘോഷാണ്. തുഷാർ കാന്തി ഘോഷാണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ഇനി ദേശീയ സമരകാലത്ത് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകനായിരുന്നത് ചാൾസ് മെറ്റ്കാഫ് പ്രഭു ആണ് കേട്ടോ. ചാൾസ് മെറ്റ്കാഫ് പ്രഭു ആണ് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത്. എന്നാൽ ഇന്ത്യൻ പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭു ആണ് കേട്ടോ. ലിട്ടൺ പ്രഭു ഉണ്ട്, റിപ്പൺ പ്രഭു ഉണ്ട്. തെറ്റാണ്ട് എഴുതിക്കോളൂ. ലിട്ടൺ പ്രഭു ആണ് കേട്ടോ. അല്ല, ഇനി ബംഗാൾ ഗസറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രത്തിന്റെ പേരാണ് ബംഗാൾ ഗസറ്റ്. അത് ആരംഭിച്ചത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. ബംഗാൾ ഗസറ്റ് ആരംഭിച്ചത് കൊൽക്കട്ടയിൽ വെച്ചാണ് പ്രസിദ്ധീകരിച്ചത്. മുന്നേ അറിയപ്പെട്ടിരുന്നത് കൽക്കട്ട ജനറൽ അഡ്വൈസർ. അതത്ര ഇമ്പോർട്ടന്റ് അല്ല. ആരാ സ്ഥാപിച്ചതെന്ന്? ജെയിംസ് അഗസ്റ്റസ് ഹിക്കിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹമാണ് ഇന്ത്യൻ പത്രത്തിന്റെ പിതാവ്. അദ്ദേഹത്തിന്റെയാണ് ഈ പറഞ്ഞ ആദ്യത്തെ ദിനപത്രമായ ബംഗാൾ ഗസറ്റ്. ഓക്കെ. ഇംഗ്ലീഷ് ഭാഷയിലാണ് ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയില്? ഇംഗ്ലീഷ് ഭാഷയില്. ഇനി നമ്മൾ കുറച്ച് പത്രങ്ങളും അതിന്റെ നേതാക്കളും പഠിക്കുകയാണ്. ഇതും എപ്പോഴും ചോദിക്കണതാണ് കേട്ടോ. ഹിന്ദു, അതേപോലെ തന്നെ സ്വദേശി മിത്രം, ഇത് സ്ഥാപിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യരാണ് കേട്ടോ. ഹിന്ദു, അതേപോലെ തന്നെ സ്വദേശി മിത്രം. ഇനി അമൃത ബസാർ പത്രിക, ഇത് രണ്ടുപേര് കൂടിയിട്ടാണ് സ്ഥാപിച്ചത്. ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും. ഓക്കെ. അപ്പൊ ശിശിർ കുമാർ ഘോഷും അതേപോലെ മോത്തിലാൽ ഘോഷിന്റെയാണ് അമൃത ബസാർ പത്രിക. ബോംബെ സമാചാർ ഫർദൂർജി മർസ്ബാൻ ആണ് ഈ ബോംബെ സമാചാറിന്റെ സ്ഥാപകൻ. കേസരി മറാത്ത ബാലഗംഗാധര തിലക്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കും. ബംഗാളി സുരേന്ദ്രനാഥ ബാനർജിയുടെയാണ്. വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജിയുടെയാണ്. ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെയാണ്. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് ആനി ബസന്റിന്റെയാണ്.
യങ് ഇന്ത്യ ഹരിജൻ, ഹരിജൻ സേവാ സംഘം ഗാന്ധിജിയുടെ എന്ന് പറഞ്ഞ നമ്മൾ പഠിച്ചിട്ടുണ്ടായി. യങ് ഇന്ത്യ, അൽ ഹിലാൽ, മൗലാന അബുൽ കലാം ആസാദ്, വന്ദേ മാതരം, ലാലാ ലജ്പത് റായ്, നേഷൻ, ഗോപാലകൃഷ്ണ ഗോഖലെ. ഇത് ഒറ്റയടിക്ക് കിട്ടില്ല എന്ന് എനിക്കും അറിയാം, എന്നാലും നമുക്ക് ഒന്നും കൂടി നോക്കാം. ഹിന്ദു സ്വദേശി മിത്രം, ജി സുബ്രഹ്മണ്യ അയ്യർ. ജി സുബ്രഹ്മണ്യ അയ്യരുടെ ആളുടെയാണ് ഹിന്ദുവും അതേപോലെ തന്നെ സ്വദേശി മിത്രം. ഹിന്ദു സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യർ. അമൃത ബസാർ പത്രിക, സിസിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും. ബോംബെ സമാചാർ, ഫർദൂർജി മർസ്ബാൻ. കേസരി മറാത്ത, ഈ കേസരി ഒക്കെ ഇഷ്ടം ബാലന്മാർക്കാണ് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക. കേസരി മറാത്ത അതൊക്കെ ബാലഗംഗാധര തിലകിന്റെയാണ്. ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി, ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി. ഈ ബംഗാളില് മിക്കവാറും കുറെ ബാനർജിമാരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അങ്ങനെ വെച്ച് കണക്ട് ചെയ്യുക. വോയിസ് ഓഫ് ഇന്ത്യ, ദാദാബായ് നവറോജി. അപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായി മുന്നേ ചോർച്ചാ സിദ്ധാന്തം ഒക്കെ അദ്ദേഹത്തിന്. അപ്പൊ ആദ്യമായിട്ട് വോയിസ് ഉയർത്തിയത് ദാദാബായ് നവറോജി ആണെന്ന് വെച്ച് കണക്ട് ചെയ്യുക. ഇതൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി പറയണതാണ് കേട്ടോ. ഷോം പ്രകാശ്, പ്രകാശ് ഉള്ളത് ഈശ്വരന്, ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത്. ഓക്കെ, അപ്പൊ ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് അതൊരു ലേഡി ആണല്ലോ, അപ്പൊ പുതിയൊരു ഇന്ത്യ അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ കോമൺ ഒരു കോമൺ സ്ത്രീയായി, കോമൺ ആയിട്ടുള്ള ആളൊന്നല്ല, ആനി ബസന്റ് ഭയങ്കര വലിയ ആളാണ്. അപ്പൊ അങ്ങനെ പുതിയൊരു ഇന്ത്യ, ഒരു ലേഡീസിനെ ഒക്കെ കൊണ്ടുവന്ന് അങ്ങനെ ഒരു രീതിയിലും ആനി ബസന്റിനെ ആലോചിക്കുക. യങ് ഇന്ത്യ ഹരിജൻ. ഓക്കെ, യങ് ഇന്ത്യ ഹരിജനും മഹാത്മാഗാന്ധിയുടെ അൽ ഹിലാൽ, അത് പിന്നെ ഒരു മുസ്ലിം കഴിയാണെന്ന് മനസ്സിലാവും. മൗലാന അബുൽ കലാം ആസാദ്. വന്ദേ മാതരം ലാലാ ലജ്പത് റായിയുടെയാണ് വന്ദേ മാതരം. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. ഓക്കെ, ഗോപാലകൃഷ്ണ ഗോഖലെയുടെയാണ് നമ്മുടെ എന്താ പറയാ ഗോമാതാവ് എന്നുള്ള രീതിയിൽ നമ്മുടെ നേഷനിൽ ആചരിക്കണമെന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഗോവും ഉണ്ട്, പാലനും ഉണ്ട്, കൃഷ്ണനും ഒക്കെ ഉണ്ട് അതില്. അപ്പൊ കൃഷ്ണൻ പശുവിനെ മേച്ച് നടക്കാറുന്നോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നേഷൻ വെച്ച് കണക്ട് ചെയ്ത് പഠിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയണതാണ് കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ പ്രാകും. ഓക്കെ, ഹിന്ദു സ്വദേശി മിത്രം. അപ്പൊ ഹിന്ദുക്കളുടെ ഒരു ആളാണല്ലോ സുബ്രഹ്മണ്യൻ എന്ന് പറയണത്. അപ്പൊ ഹിന്ദു സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യർ. ഓക്കെ, ഇനി അമൃത ബസാർ, അമൃതം എന്നൊക്കെ പറഞ്ഞ എന്തോ ഒരു എന്താ പറയാ തേന്ന അങ്ങനെ എന്തോ പറയില്ലേ, അമൃത് കിട്ടി എന്നൊക്കെ പറയില്ലേ. അപ്പൊ അത് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ശിശിര എന്ന് പറഞ്ഞ ഒരു സന്തോഷം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിക്കുക. ഭയങ്കര മോത്തിലാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ആലോചിച്ചത് നിങ്ങൾക്ക് തോന്നണത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാട്ടോ, ഞാൻ പറയണതൊന്നും കേൾക്കണ്ട. ഓക്കെ, അപ്പോ കുറച്ചൊക്കെ മനസ്സിലായില്ലേ? എല്ലാം ഒന്നും മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം. ക്ലിയർ ആവണ്ടോ? ഭ്രാന്ത് വരുന്നുണ്ടോ? വട്ടാവണ്ടോ? എങ്ങനെയെങ്കിലും പഠിച്ചേ പറ്റുള്ളൂ, ഇതൊക്കെ ചോദിക്കാറുള്ളതാ. കിട്ടോ? ഷോം പ്രകാശ് ആരുടെയാ? ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഇനി ഇത് നോക്കിയിട്ട് പറഞ്ഞോളൂ കേട്ടാ. ഷോം പ്രകാശ് ആരുടെയാ? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. പ്രകാശുള്ളത് ഈശ്വരന്, ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ കേട്ടാ. വോയിസ് ഓഫ് ഇന്ത്യ ആരുടെയാ? വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജി. ദാദാബായ് നവറോജി. ഇതെങ്കിലും നോക്കിയിട്ടെങ്കിലും പറയാ. കേസരി മറാഠ ആരുടെയാ? കേസരിയും അതേപോലെ തന്നെ മറാത്തയും ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലക്. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. പിന്നെ വന്ദേ മാതരം ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായ്. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് ആനി ബസന്റ്. ആനി ബസന്റ്. ഞാൻ ഈ സ്ലൈഡ് ഒന്ന് മാറ്റിയിട്ട് നീ ഒന്ന് ചോദിച്ചു നോക്കാം, ഓർത്തെടുക്കാൻ ശ്രമിക്കാം കേട്ടോ. ബംഗാളി ബാനർജിയുടെ സുരേന്ദ്രനാഥ ബാനർജി. യങ് ഇന്ത്യ ഹരിജൻ, യങ് ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ. അമൃത ബസാർ പത്രിക, അമൃത ബസാർ പത്രിക ശശികുമാർ ഘോഷ്.
മോത്തിലാൽ ശിശിർ കുമാർ ഘോഷ്. മോത്തിലാൽ ഘോഷ്. സോറി ട്ടാ, കുറച്ചു നേരത്തേന് ഒന്ന് കറണ്ട് പോയി, വീഡിയോ ഉണ്ടാവാൻ സാധ്യതയില്ല. ഓക്കെ, അപ്പോ നമ്മൾ പഠിച്ചത് ഒന്നും കൂടി നോക്കാം. കേൾക്കണില്ലേ? മൊബൈൽ നെറ്റ് ആണ്, അതുകൊണ്ടാണ് ചോദിക്കണേ. കേൾക്കണില്ലേ? കുഴപ്പമില്ലല്ലോ? കേൾക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നമ്മൾ കുറച്ച് പ്രസിദ്ധീകരണങ്ങളും കൂടി പഠിക്കാണ്. ഒന്നും കൂടി കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി എടുക്കണമെന്ന് വെച്ചതാ, നിങ്ങൾക്ക് ഭ്രാന്താവും. ഓക്കെ, സമ്പാദ് കൗമുദി അതേപോലെ മിറാത്തുൽ അക്ബർ, ഇത് രണ്ടും എഴുതിയത് അത് രാജാറാം മോഹൻ റോയുടെയാണ്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായി. മിറാത്തുൽ അക്ബർ പേർഷ്യൻ ഭാഷയിലുള്ളതെന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായി. സമ്പാദ് കൗമുദി മിറാത്തുൽ അക്ബറും രാജാറാം മോഹൻ റോയുടെ. അതേപോലെ പ്രബുദ്ധ ഭാരത് ഉദ്ബോധൻ, ഇത് സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹമാണ് ഇങ്ങനെ എന്താ പറയാ, ഒരു പ്രാന്താലയാണ് കേരളത്തിന്, അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പൊ നല്ല നല്ല ചിന്താഗതിയുള്ള ആളായിരുന്നു. അപ്പൊ പ്രബുദ്ധ ഭാരതും ഉദ്ബോധനും ഒക്കെ സ്വാമി വിവേകാനന്ദന്റെയാണ്. ഇത് നമ്മൾ പഠിച്ചതാണ്. യങ് ഇന്ത്യ, ഹരിജൻ. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ വേറെ കുറച്ച് പ്രസിദ്ധീകരണമാണ് ഇന്ത്യൻ ഒപ്പീനിയനും അതേപോലെ തന്നെ നവജീവൻ. ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ ഒക്കെ മഹാത്മാഗാന്ധിയുടെയാണ്. നേരത്തെ അവിടെ പറഞ്ഞത് തന്നെ കുറച്ചൊക്കെ ഉണ്ടാവും. കേസരി മറാത്ത അത് ബാലഗംഗാധര തിലകന്റെയാണ്. കേസരിയും അതേപോലെ തന്നെ മറാത്തയും. അംബേദ്കറുടെയാണ് ബഹിഷ്കൃത ഭാരതും മൂക് നായകും. അംബേദ്കറിനെ നമുക്ക് അറിയില്ലേ, ഈ പറഞ്ഞ ഭരണഘടനയുടെ ഒക്കെ ആള്. ഓക്കെ, അപ്പൊ ബഹിഷ്കൃത ഭാരത് മൂക് നായികൊക്കെ ബി.ആർ. അംബേദ്കറിന്റെ ആണ്. ബഹിഷ്കൃത ഭാരത് മൂക് നായികൊക്കെ. ഇനി നമ്മൾ ഇത് പറഞ്ഞാണ് ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് ആനി ബെസന്റ് ആണ്. നാഷണൽ ഹെറാൾഡ് എന്ന് അത് ജവഹർലാൽ നെഹ്റുവിന്റെ ആണ്. നാഷണൽ ഹെറാൾഡ് കേട്ടോ. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി. വന്ദേമാതരം ഉറുദു ഭാഷയിലാണെങ്കിൽ ലാലാ ലജ്പത് റായിയുടെ, ഇംഗ്ലീഷിലാണെങ്കിൽ ബിപിൻ ചന്ദ്രപാല. അത് ഓപ്ഷൻ നോക്കിയിട്ട് എഴുതാം, ഏതാണോ ഓപ്ഷനിലുള്ളത് അത് എഴുതാം. അൽ ഹിലാൽ രണ്ടും കൂടി ഒരുമിച്ച് തരാൻ സാധ്യതയില്ല, ഡിലീറ്റ് ആവും. അൽ ഹിലാല് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ആണ് അൽ ഹിലാല്. ബംഗദർശൻ, ഇതിന് നമ്മൾ ഇനി ആദ്യം പറയും. ബംഗദർശൻ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആണ്. ബംഗദർശൻ കേട്ടോ, ബംഗദർശൻ. വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജിയുടെ. ഓക്കെ, അപ്പൊ ഇത്രയാണ് കുറച്ച് അല്ലാതുള്ള കുറച്ച് ഇത്. ഇനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഈ ഭാഗത്ത് നിന്ന്, എന്നിട്ട് നിർത്താം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാന്ത് പിടിക്കും. ഓക്കെ, വന്ദേമാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ആര്? വന്ദേമാതരം വേഗം പറഞ്ഞേ. വന്ദേമാതരം ലാലാ ലജ്പത് റായ്. ലാല ലജ്പത് റായ് ട്ടാ. നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോ എന്നെ പഠിച്ചു പോകണം എന്നാണ് എന്റെ ആഗ്രഹം കേട്ടോ. അടുത്തത് ശരിയായ ജോഡി കണ്ടെത്താം കേട്ടോ. ഇതൊക്കെ PYQ ആണേ. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ, ശരിയോ തെറ്റോ? നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ, ശരിയാണ്. വോയിസ് ഓഫ് ഇന്ത്യ ലാലാ ലജ്പത് റായ്. വോയിസ് ഓഫ് ഇന്ത്യ ലാലാ ലജ്പത് റായ്.
വോയിസ് ഓഫ് ഇന്ത്യ ഓർമ്മയുണ്ടോ? വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായി നവറോജിയുടെ ആണ് വോയിസ് ഓഫ് ഇന്ത്യ. വന്ദേ മാതരം ദാദാബായി നവറോജി, ശരിയോ തെറ്റോ? വന്ദേ മാതരം. വന്ദേ മാതരം ആരുടെയാ? ലാല ലജ്പത് റായിയുടെ കേട്ടോ. കേസരി മറാത്ത ബാലഗംഗാധര തിലക്, ശരിയോ? കേസരി മറാത്തയും ഓക്കെ ബാലഗംഗാധര തിലക് കേട്ടോ. അടുത്ത PYQ ശരിയായ ജോഡി തെരഞ്ഞെടുക്കാനാണ്, തെറ്റാണെന്ന് പറയണം. യങ് ഇന്ത്യ ഹരിജൻ ദാദാബായി നവറോജി, ശരിയോ തെറ്റോ? യങ് ഇന്ത്യ ഹരിജൻ. അപ്പൊ യങ് ഇന്ത്യ ഹരിജനും ആരുടെയാ? ഗാന്ധിജിയുടെ. പിന്നെ ചോദിച്ചു കേസരി മറാത്ത ബാലഗംഗാധര തിലക്, ശരിയോ തെറ്റോ? കേസരി മറാത്ത ശരിയാണ്. ശരിയാണ്. വോയിസ് ഓഫ് ഇന്ത്യ സുരേന്ദ്രനാഥ ബാനർജി, ശരിയോ തെറ്റോ? അപ്പൊ വോയിസ് ഓഫ് ഇന്ത്യ ആരുടെയാ? ദാദാബായി ഈ സുരേന്ദ്രനാഥ ബാനർജിയുടെ പത്രം ഏതാ? ബംഗാളി. ബംഗാളി. വന്ദേ മാതരം ഇതിൽ ലാലാ ലജ്പത് റായ് എന്ന് കൊടുത്തുണ്ട്. ഓക്കെ, ഇനി അടുത്തത് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാ? ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം രാജാറാം മോഹൻ റോയ്. സമ്പാദ് കൗമുദി. സമ്പാദ് കൗമുദി. അങ്ങനെയാണ് ഈ പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ചതോ? മിറാത്തുൽ അക്ബർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വർത്തമാന പത്രവുമായി ബന്ധപ്പെട്ട് ശരിയായത് എഴുതാട്ടോ. ബംഗാൾ ഗസറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യ ദിനപത്രം, ശരിയോ തെറ്റോ? ബംഗാൾ ഗസറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യ ദിനപത്രം, ശരിയോ തെറ്റോ? ബംഗാൾ ഗസറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം കേട്ടോ. അടുത്തത് മുംബൈ സമാചാർ പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ദിനപത്രമാണ്, ശരിയാണോ? മുംബൈ സമാചാർ പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ദിനപത്രമാണ്. ശരിയാണ് കേട്ടോ. ഓക്കെ. പ്രാദേശിക ഭാഷ പത്ര നിയമം നടപ്പാക്കിയത് ആര്? പ്രാദേശിക ഭാഷ പത്ര നിയമം നടപ്പാക്കിയത് ആര്? പറയ്. പ്രാദേശിക ഭാഷ പത്ര നിയമം പാസ്സാക്കിയത് ആരാ? ലിട്ടൺ പ്രഭു ആണ് കേട്ടോ. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകാൻ പണ്ഡിത രമാബായി സ്ഥാപിച്ച സ്ഥാപനം? കിട്ടിയോ? ശാരദാ സദൻ. ഓക്കെ, ശാരദാ സദൻ കേട്ടോ. അപ്പൊ കുറെ കാര്യങ്ങൾ പഠിച്ചു. ഇനി വേണമെങ്കിൽ 2-3 കാര്യം കൂടി പറഞ്ഞുതരാം. നിങ്ങൾക്ക് താങ്ങുമെന്ന് എനിക്കറിയില്ല. ഈ ഒരൊറ്റ ഇന്ത്യൻ സമൂഹം എന്ന് പറഞ്ഞ ആശയമൊക്കെ പ്രചരിപ്പിച്ചത് രാജാറാം മോഹൻ റോയ് ആട്ടോ. പിന്നെ രാജാറാം മോഹൻ റോയ് വേറൊരു കാര്യം ഓർമ്മയുണ്ടാവുമല്ലോ, സ്വത്തിന് മേൽ സ്ത്രീകൾക്ക് സ്ത്രീകളുടെ പദവി ഉയർത്താനായിട്ട് അവർക്ക് സ്വത്തിന് മേൽ അവകാശം ഉണ്ടെന്നൊക്കെ പറഞ്ഞത് രാജാറാം മോഹൻ റോയുടെയാണ് കേട്ടോ. ഓക്കെ. ഇന്ത്യൻ പത്രപ്രവർത്തനങ്ങളുടെ വിമോചകൻ എന്ന അറിയപ്പെടുന്നത് ആരാ? ഇന്ത്യൻ ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ അറിയോ? ഓർമ്മയുണ്ടോ?
ചാൾസ് മെറ്റ്കാഫ് കേട്ടാ. ചാൾസ് മെറ്റ്കാഫ് ആണ് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത്. ഈ പത്രങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണമൊക്കെ നീക്കം ചെയ്ത അദ്ദേഹമാണ് കേട്ടോ. ഓക്കെ. ഈ പറഞ്ഞ ശാരദാസദന്റെ ലക്ഷ്യം വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകാന്നാണ്. അത് പണ്ഡിത രമാബായിയുടെയാണ്. പിന്നെ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ഞാൻ ഇതുവരെ പറഞ്ഞില്ല, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ്, എവിടെയെങ്കിലും എഴുതി വെച്ചോ. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ഈ ബംഗാളില് വിധവകളുടെ പുനർവിവാഹത്തിനായിട്ട് പ്രവർത്തിച്ച ഒരു സാമൂഹിക പരിഷ്കർത്താവാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അപ്പൊ വിധവകളുടെ പുനർവിവാഹം ഒക്കെ നടത്തുന്ന ആള് വലിയ ഈശ്വരനെ പോലെയുള്ള ഒരാളാണ് എന്നൊക്കെ വിചാരിച്ചാൽ മതി. ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെയാണ്. അദ്ദേഹമാണ് ബംഗാളില് വിധവകളുടെ പുനർവിവാഹത്തിനായിട്ട് പ്രവർത്തിച്ചത്. അതേപോലെ തന്നെ 56 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കിയിട്ടൊക്കെ ഉണ്ട്. ആ 1856 വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കാനായിട്ട് പരിശ്രമിച്ചത് ഒക്കെ ഈ പറഞ്ഞ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. പിന്നെ അദ്ദേഹം വിദ്യാലയങ്ങളൊക്കെ സ്ത്രീകളുടെ പുരോഗതിക്കായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആട്ടോ. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. ഞാൻ വേണമെങ്കിൽ നോട്ടിലൊന്ന് ആഡ് ചെയ്തിട്ടേക്കാം. ഓക്കെ. അപ്പോ നമുക്ക് നിർത്താം അല്ലെ. ഇനി കുറെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാന്താവും. ഇനി ഒരു പോയിന്റും കൂടി വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. രാജാറാം മോഹൻ റോയുടെ ആണ് ഒരു ഇത്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാവും എന്നൊക്കെ പറഞ്ഞത് രാജാറാം മോഹൻ റോയ് ആണ് കേട്ടോ. രാജാറാം മോഹൻ റോയ് ആണ്. ശരിയായ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കും. ഇങ്ങനെ ഓർമ്മ വരുന്ന പോയിന്റ്സുകൾ ഞാൻ പിന്നെ പറയണതാന്നുള്ളൂ, കണക്ട് ചെയ്ത് പറയണതാ. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാവും എന്ന് പറഞ്ഞത് രാജാറാം മോഹൻ റോയ് ആണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് എന്നൊക്കെ പറഞ്ഞത് വീരേശലിംഗം ആണ്. നമ്മൾ വീരേശലിംഗം പറഞ്ഞിരുന്നു. അദ്ദേഹമാണ് വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് എന്നൊക്കെ പറഞ്ഞത് കേട്ടോ. അപ്പൊ നമുക്ക് നിർത്താം. ഇനി ഞാൻ എന്തെങ്കിലും പോയിന്റ് അഡീഷണലി ഉണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ. അടുത്ത ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പറയാം, വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ. അപ്പൊ താങ്ക് യു.